സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം കോഓപ്പറേഷനിലെ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോഓപ്പറേറ്റീവ്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ 11th ചാപ്റ്റർ ആയിട്ടുള്ള കോഓപ്പറേഷൻ ആൻഡ് ദ സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. കോഓപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്ററിൻ്റെ നെയിം പോലെ തന്നെ സ്റ്റേറ്റും കോഓപ്പറേറ്റീവ്സും തമ്മിലുള്ള ആ ഒരു എന്തൊക്കെ സപ്പോർട്ട്സാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപേണ നമുക്കറിയാം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു മോട്ടീവ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മളെല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തുടക്കകാലങ്ങളിൽ ദറ്റ് മീൻസ് ഇയർലി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് എസ്പെഷ്യലി ഇൻ ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഇൻ്റർഫിയറൻസൊക്കെ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ നിരസിച്ചിട്ടുണ്ടായിരുന്നു. അവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്പേഴ്സ് തന്നെ അവരുടെ ആ മെയിനായിട്ടുള്ള ഒരു എയിം, അവരുടെ ഒരു പേർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ വളണ്ടറി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് അല്ലേ. പക്ഷേ ഇവിടെ ഇവർ ബിലീവ് ചെയ്യുന്നത് ഇയർലി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലാണ് അവർ ബിലീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ദറ്റ് മീൻസ് ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളതായിരുന്നു അവർ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു സ്റ്റേറ്റിൻ്റെ റോൾ ചേഞ്ച് ആയത്? ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ള ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിന് ഈ ഒരു സൊസൈറ്റീസിൽ കൂടുതലായിട്ട് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ പീപ്പിൾസിൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട്സ് എന്ത് ചെയ്തു പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ കോപ്പറേറ്റീവ്സ് ബിക്കം മോർ ഓപ്പൺ ടു ഗവൺമെൻറ് സപ്പോർട്ട്. പിന്നീട് ലൈക്ക് ഇന്ത്യ പോലെയുള്ള കൺട്രീസ് ഉണ്ടാവും, ഡെവലപ്പിംഗ് കൺട്രീസാണ്, ദറ്റ് മീൻസ് എന്താ വികസനം വരുന്നേ ഉള്ളൂ അവിടെ അല്ലേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ പോവേർട്ടി ഉണ്ടായിരിക്കും, അതുപോലെ ലോ എഡ്യൂക്കേഷൻ ലെവലായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സോ ഇതൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വന്നു തുടങ്ങാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ കോർപ്പറേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് വെസ്റ്റേൺ കൺട്രീസിന് വിപരീതമായിട്ട്, വെസ്റ്റേൺ കൺട്രീസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഴ്സൺസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരുന്നു അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റായിട്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഗവൺമെൻറ്റാണ് ഫസ്റ്റ് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസും അഗ്രികൾച്ചറൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടും കൺസ്യൂമർ ഗുഡ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും ഗവൺമെൻറ് ആയിരുന്നു ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം 5-year പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് ഇമ്പോർട്ടൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കീ ടൂളായിട്ട് തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ എയ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. നമുക്കറിയാം ഇന്ത്യയിൽ സൊസൈറ്റീസിൻ്റെ സർവൈവലിനും ഗ്രോത്തിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരും. പക്ഷേ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നന്നായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് അവരെ ഒന്ന് സെൽഫ് റിലയൻ്റ് ആക്കി മാറ്റുന്നത് വരെ, അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കും. ആ സഹായങ്ങൾ പിന്നീട് അവരിങ്ങനെ ഒരു സ്വയം പര്യാപ്തത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അതിങ്ങനെ ലിമിറ്റ് ചെയ്ത് വരും. ബട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി സ്റ്റേറ്റ് എയ്ഡ് വേഴ്സസ് സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ഡിഫറൻസ് വരുന്നത്? സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നമുക്ക് നൽകുന്ന സപ്പോർട്ടാണ് അല്ലേ. ബട്ട് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് ഇടപെടുകയാണ്. ദറ്റ് മീൻസ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് ഇൻ്റർഫിയറൻസ് നടക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് എയ്ഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സ്റ്റേറ്റ് എയ്ഡ് നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഈ ഒരു ഇൻ്റർഫിയറൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഗവൺമെൻറ് ഡെയിലി ഓപ്പറേഷൻസ് ഒന്നും ഗവൺമെൻറ് ഇടപെടില്ല, അതിലൊന്നും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യില്ല. ഗവൺമെൻറ് ലോ അതുപോലെ സൂപ്പർവിഷൻസ് ഒക്കെ കൊടുക്കും, രജിസ്ട്രാറിൻ്റെ പോലെ തന്നെ രജിസ്ട്രാറിനൊക്കെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗവൺമെൻറ് ചെയ്യും. ബട്ട് എന്ത് ചെയ്യൂല, അവരുടെ ഡെയിലി ഓപ്പറേഷൻസിലൊന്നും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യൂല. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ്സിനെ അവരുടെ പീപ്പിൾ ഡ്രിവൺ ആയിട്ടും അവർ ഡെമോക്രാറ്റിക് ആയിട്ടും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സഹായം
ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നെഹ്റു പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യേണ്ടത് അവിടെയുള്ള ഒഫീഷ്യൽസ് റൺ ചെയ്യല്ല ചെയ്യേണ്ടത്, പകരം അവിടെയുള്ള പീപ്പിൾസ് ഉണ്ടല്ലോ, ആ സൊസൈറ്റിയിലുള്ള ആ പീപ്പിളാണ് അത് എന്ത് ചെയ്യേണ്ടത്, റൺ ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ്. ദറ്റ് മീൻസ് സ്റ്റേറ്റ് എയ്ഡ് നമുക്ക് ആവശ്യമാണ്, പക്ഷേ സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ നോക്കുന്നത് ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഡിഫറെൻറ്റ് എയ്ഡ് ഉണ്ട്, അതായത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എയ്ഡ്സ് ഉണ്ട്. ദറ്റ് മീൻസ് എന്താ, ഹെൽപ്പ് ഉണ്ട്. അത് നമ്മൾ ഡിഫറെൻറ്റ് ഫോം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ലെജിസ്ലേറ്റീവ് എയ്ഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ്, ഫൈനാൻഷ്യൽ എയ്ഡ്, മോറൽ സപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്. ഇനി ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെജിസ്ലേറ്റീവ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ലോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലെജിസ്ലേറ്റീവ് എയ്ഡ്. അവർക്ക് എന്ത് ചെയ്യാണ്, ലോസ് പ്രൊവൈഡ് ചെയ്യുക, രജിസ്ട്രേഷന് ഓഡിറ്റിങ്ങിനൊക്കെ ആയിട്ട്. ഓക്കെ, ഇത് നമ്മൾ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്നുണ്ട്. ആ ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ എന്തുകൊണ്ട്, രജിസ്ട്രാറുണ്ട്. അങ്ങനെ ഈ രജിസ്ട്രാറും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റൂടെ കൂടിയിട്ട് ഈ ഒരു സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും അവരെ മോണിറ്റർ ചെയ്യുകയും അവരെ സൂപ്പർവൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവർ തന്നെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള, ദറ്റ് മീൻസ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഓഡിറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സൊസൈറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗൈഡൻസും ഡിറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡിൽ വരുന്നത്. ഓക്കെ, ലെജിസ്ലേറ്റീവ് എയ്ഡ് പറഞ്ഞു, സ്പെഷ്യൽ ലോസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് എയ്ഡിൽ ഓരോ സ്റ്റേറ്റിലും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും രജിസ്ട്രാറിനെയും സെറ്റപ്പ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫൈനാൻഷ്യൽ എയ്ഡ്, ഗവൺമെൻറ് ഗിവ്സ് ലോൺസ് ആൻഡ് സബ്സിഡീസ് ഫോർ ബിൽഡിംഗ്, ട്രാൻസ്പോർട്ട്, മെഷീനറി, ഗ്യാരണ്ടി ഫോർ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് അല്ലേ. ചില സമയത്ത് നമുക്ക് ലോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വേറെ കണ്ണോടുകൂടി കാണും. ദറ്റ് മീൻസ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലേ. അപ്പോൾ അവർക്ക് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കും എന്നുള്ളതാണ്. ലോൺസും ഡിബഞ്ചേഴ്സിനൊക്കെ വേണ്ടി ഗവൺമെൻറ്റാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഗ്യാരണ്ടി നിൽക്കുന്നത്. ദെൻ മാനേജറിയൽ സപ്പോർട്ട് ഇൻ ഇയർലി സ്റ്റേജസ്, അതായത് എന്താണ്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർലി സ്റ്റേജസ് ഉണ്ടല്ലോ, അവിടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, മാനേജറിയൽ സപ്പോർട്ട് ഗവൺമെൻറ് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടാക്സ് എക്സംഷൻസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. ടാക്സ് എക്സംഷൻസ് ഉണ്ട് എന്തിന്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. ദെൻ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ള രീതിക്ക്. അതുപോലെ അവർക്ക് ചില മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫണ്ട് ഫ്രം നബാർഡ് ആൻഡ് അതർ ഏജൻസീസ്. നബാർഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്, തിയറിയിൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ചാപ്റ്ററൊക്കെ ഒന്ന് കാണാം. അവിടെ നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇതൊരു ബാങ്കാണ്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. 1982 ഈ ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, അവിടുന്ന് ഇവർക്ക് ഫണ്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫൈനാൻഷ്യൽ എയ്ഡും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മോറൽ സപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോപ്പറേറ്റീവ്സിനെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ഫോം ചെയ്ത് അവരെങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ആ ഒരു വർക്കിംഗ് എങ്ങനെ പോകുന്നു എന്നുള്ള അവരുടെ ആ ഒരു പ്രോഗ്രസ്സിനെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് എന്തെങ്കിലും സജഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ സജഷൻസ് ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് നമുക്കറിയാം, ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ സൊസൈറ്റീസിൽ എന്ത് ചെയ്യും, ഷെയർസൊക്കെ നിക്ഷേപിക്കും. അങ്ങനെ ഷെയർസ് നിക്ഷേപിക്കുന്നതിലൂടെ അവർക്ക് ഗവൺമെൻറ്റിനോടുള്ള ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, മറ്റ് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടോ സഹായിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡി ഒഫീഷ്യലൈസേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡി ഒഫീഷ്യലൈസേഷൻസ് ആണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. എന്താ ഡി ഒഫീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അനൗദ്യോഗികവൽക്കരണം എന്നൊക്കെ പറയും. ദറ്റ് മീൻസ് ചില ആളുകൾ വാദിക്കുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് ഉള്ളത് കാരണമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നന്നായിട്ട് വളരുന്നത് എന്നുള്ളത് ചില ആളുകൾ വാദിക്കുക. ബട്ട് ചിലർ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം ഉള്ളത് കാരണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻ്റർഫിയറൻസ് ഉള്ളത് കാരണം ഇവരുടെ പല ആക്ടിവിറ്റീസും മന്ദഗതിയിലായി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമല്ലോ, സ്ലോ ഡൗൺ ആയി പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ വാദിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, മെമ്പേഴ്സിൻ്റെയും ഒഫീഷ്യൽസിൻ്റെയും ലാക്ക് ഓഫ് ഡെഡിക്കേഷൻസ്, അതുപോലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആൻഡ് കറപ്ഷൻസ് സംഭവിക്കുന്നുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ ഇവിടെ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഡീഫോൾട്ട് വരുത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ആ ഡീഫോൾട്ട് വരുത്തുന്ന ആളുകൾക്ക് ഇവിടെ തക്കതായ ശിക്ഷ അല്ലെങ്കിൽ തക്കതായ നിയമ നടപടികൾ ഇവിടെ നടക്കുന്നില്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് അവിടെ സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രോബ്ലംസാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ ഇതിനെ സ്റ്റേറ്റിൻ്റെ എയ്ഡും കൺട്രോളും ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഗവൺമെൻറ് ഇവർക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്ന സമയത്ത് അവർ അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മോണിറ്റർ ചെയ്യാം. പിന്നെ ചില സമയത്ത് പബ്ലിക്കിൻ്റെ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ പബ്ലിക് ഫണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർവിഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചില ലെവലിൽ നമുക്ക് സൂപ്പർവിഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നമുക്കറിയാം റൂറൽ ഏരിയാസിൽ അവർക്ക് ലോൺ കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസം. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സഹായം ആവശ്യകരമാണ് അല്ലേ. ഇനി എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു എയ്ഡ് അല്ലെങ്കിൽ എപ്പോഴും ഗവൺമെൻറ് ഇവരെ സഹായിക്കണം എന്നല്ല പറയുന്നത്. അവരെപ്പോഴാണോ ഒരു സ്ട്രോങ് ആവുന്നത്, അവർ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, അതായത് സൊസൈറ്റി ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരൊന്നിങ്ങനെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക, പതുക്കെ അവരുടെ സഹായം കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവരെ എന്ത് ചെയ്യുക, ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു എയ്ഡും ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി എന്താണ് ഡി ഒഫീഷ്യലൈസേഷൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ്സിനെ ഒന്നുകൂടെ നല്ലൊരു ഇൻഡിപെൻഡൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവരുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടും അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് വിത്തിൻ കോപ്പറേറ്റീവ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതും. ദെൻ സൊസൈറ്റീസ് തമ്മിലുള്ള ഒരു കോപ്പറേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ മറ്റ് സൊസൈറ്റീസോട് ഇവരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവർക്ക് നല്ലൊരു പവർഫുൾ ആക്കി മാറ്റാനുള്ള ആ ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, കോപ്പറേഷൻസ് ബിറ്റ്വീൻ ദ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റീജിയണൽ ഇംബാലൻസസ് സോൾവ് ചെയ്യുകയും ചില സമയത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് യൂത്ത് വുമൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവരോട് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു റീജിയണൽ ഇംബാലൻസ് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു ബാലൻസ് അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ എന്ത് ചെയ്യുക, ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒന്നുകൂടെ നമ്മുടെ സൊസൈറ്റീനെ എക്സ്പാൻഡ് ചെയ്യുക, ലൈക്ക് ന്യൂ ഇൻഡസ്ട്രീസ്, ന്യൂ ഏരിയാസൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ സൊസൈറ്റി ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡി ഒഫീഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് റീസ്ട്രക്ചറിങ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷനിൽ റീകൺസ്ട്രക്ഷൻ വരുത്തേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, ഹോണസ്റ്റി, ഡെമോക്രസി, സോളിഡാരിറ്റി ഇതൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് കണ്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഈ ഒരു സമയത്ത് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ, അവരുടെ സ്ട്രക്ചറിൽ, അവരുടെ ലോസിൽ ചില റീഫോംസ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് റീകൺസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജിയണൽ ഇൻഇക്വാലിറ്റീസ് ഇൻ കോപ്പറേറ്റീവ് ഗ്രോത്തിൽ ഒരു പ്രാദേശിക അസന്തുലിതാവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യണം, റീജിയണൽ ഇൻഇക്വാലിറ്റീസ് അല്ല വേണ്ട, ഇക്വാലിറ്റീസ് ആണ് നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നിയമങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അതുപോലെ ലാക്ക് ഓഫ് ക്ലിയർ നാഷണൽ പോളിസി
വ്യക്തമായ ഒരു നാഷണൽ പോളിസീസ് അവിടെ ഇല്ല. അത് കാരണം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ സെൽഫ് റിലയൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും അവർ പ്രൊഫഷണലി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒന്ന് മോഡേണൈസ് ആക്കി എടുക്കുക എന്നുള്ളത് ആവശ്യകരമായിട്ടുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഒരു റീകൺസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ റീകൺസ്ട്രക്ഷൻ ആവശ്യമായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ചസ് വരുന്നതും സൊസൈറ്റീസിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ്, ഗ്ലോബലൈസേഷൻസ്, ലിബറലൈസേഷൻസ്, ഇതൊക്കെ കാരണമാണ് നമുക്ക് റീകൺസ്ട്രക്ഷനും ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പുതിയ നാഷണൽ കോപ്പറേറ്റീവ് പോളിസീസിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കോപ്പറേഷൻ്റെ വാല്യൂസിലോട്ടാണ്. അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ്സിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. റീജിയണൽ ഇംബാലൻസസിനെ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. റെഗുലേഷനും ബയോലോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നുണ്ട്. വീക്കർ സെക്ഷൻസ്, വുമൺ, യൂത്ത്, ഇവരൊക്കെ ഒന്നുകൂടെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവരെ കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു റീജിയണൽ ഇംബാലൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഇതിൽ ഇവരെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ് വിത്തിൻ കോപ്പറേറ്റീവ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. വൈ ഇൻ്റഗ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സംയോജനം, കൂടിച്ചേരുക എന്നൊക്കെ പറയില്ലേ, അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റേറ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ടൊന്നുമില്ല. അവരെന്ത് ചെയ്യുക, വർക്ക് ടുഗദർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് സ്ട്രെങ്ത് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ഒരു ഗ്ലോബൽ വേൾഡിൽ കോപ്പറേറ്റീവ് മസ്റ്റ് കൊലാബറേറ്റ് അക്രോസ് റീജിയൻസ് ആൻഡ് കൺട്രീസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഇതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻസ് വരുന്നുണ്ട്, വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ കൂടിച്ചേരാണ്, സൊസൈറ്റീസ് തമ്മിൽ എന്താണ് ഇവിടെ കൂടിച്ചേരാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലെവലിലുള്ള സൊസൈറ്റീസ് ഉണ്ടാവും. മീൻസ് ലോക്കൽ സൊസൈറ്റീസ് ആണെങ്കിൽ ലോക്കൽ സൊസൈറ്റിയുമായിട്ട് തന്നെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു ടീമാവുകയാണ്. അങ്ങനെ അവർ ടീമായിട്ട് അവരുടെ ചിലവുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ചിലവുകൾ റെഡ്യൂസ് ചെയ്യുക, അങ്ങനെ വീക്കർ സെക്ഷൻസ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഇവരെന്ത് ചെയ്യുക, അങ്ങനെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെർജിങ് 2 ലോക്കൽ സൊസൈറ്റീസ് ഇൻടു 1, അതായത് 2 ലോക്കൽ സൊസൈറ്റീസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യാണ്, കൂടി ചേർന്നിട്ട് ഒരൊറ്റൊന്നായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സൊസൈറ്റി എയും ഉണ്ട്, സൊസൈറ്റി ബിയും ഉണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി എക്ക് ചില കാര്യങ്ങൾ സൊസൈറ്റി ബിയിനേക്കാൾ അവർക്ക് കൂടുതലുണ്ട്. എന്നാൽ സൊസൈറ്റി എക്കാണെങ്കിൽ ചില കാര്യങ്ങൾ സൊസൈറ്റി ബിയിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഒരുമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ആ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂലേ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു ഒരേ ലെവലിലുള്ളവരല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ലെവലിലുള്ളവരായിരിക്കും ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ലെവൽ എങ്ങനെ വരുന്നത്, 3 ടയർ സ്ട്രക്ചറാണ്. പ്രൈമറി ഉണ്ട്, അവിടെ സെൻട്രൽ ഉണ്ട്, അതുപോലെ അപ്പെക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മേ ബി സ്റ്റേറ്റ് ലെവലിലുള്ളവരും, അതായത് അപ്പെക്സ് ലെവലിലുള്ളവരും, വില്ലേജ് ലെവലിൽ, ദറ്റ് മീൻസ് പ്രൈമറി ലെവലിലുള്ളവരും ആയിരിക്കും മേ ബി എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്, പരസ്പരം സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്, അല്ലാതെ ഇവർ കോമ്പറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സൊസൈറ്റീസ് ഇപ്പോൾ ഡിസ്ട്രിക്ട് സൊസൈറ്റി, ദറ്റ് മീൻസ് എന്താ, സെൻട്രൽ സൊസൈറ്റീസുമായിട്ട് എന്ത് ചെയ്യും, അവർ കൊലാബറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്ട്രിക്ട് സൊസൈറ്റി എന്ത് ചെയ്യും, സ്റ്റേറ്റുമായിട്ട് കൊലാബറേറ്റ് ചെയ്തു. അങ്ങനെ അവരെല്ലാവരും പാടെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യൂലേ, അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്, വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്നത്. വോളണ്ടറി ഓർ കമ്പൽസറി അഫിലിയേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്റർനാഷണൽ പ്രിൻസിപ്പിൾസ് പറയുന്നത് ഇപ്പോൾ സൊസൈറ്റീസ് അപ്പെക്സ് സൊസൈറ്റി ആയിട്ടോ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആയിട്ടോ ഒക്കെ അവർ അഫിലിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്, വളണ്ടറി അവർക്ക് അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മീൻസ് എന്താ, സ്വമേധയാ അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ബട്ട് ചില കൺട്രീസ് ഇങ്ങനെ അഫിലിയേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നിർബന്ധമാക്കുകയാണ്. ചില കൺട്രീസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സൊസൈറ്റീസ് നിലനിൽക്കുന്നതിനോട് അവിടെ യോജിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യേണ്ടി വരും, കമ്പൽസറി ആയിട്ട് മറ്റ് സൊസൈറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇവിടെ പറയുന്നത് നമുക്ക് ഹയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട്, മീൻസ് അപ്പെക്സ് സൊസൈറ്റീസുമായിട്ട് അഫിലിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് വളണ്ടറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് സം കൺട്രീസിൽ അങ്ങനെയല്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് കോപ്പറേറ്റീവ്സ് മൈറ്റ് നോട്ട് സർവൈവ്.
അത്തരത്തിലുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, അവിടെ കമ്പൽസറി ആയിട്ട് മെമ്പർഷിപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്നത് വൺ ഓർ സെവറൽ നാഷണൽ അപ്പെക്സ് ഓർഗനൈസേഷൻ. ഇവിടെ വരുന്നത് ഒരൊറ്റ നാഷണൽ അപ്പെക്സ് അതോറിറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ചില കൺട്രീസ് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഇവിടെ സൊസൈറ്റീസിനെ ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം ഒരു അപ്പെക്സ് സൊസൈറ്റിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണോ അതോ ഒന്നിലധികം അപ്പെക്സ് സൊസൈറ്റിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണോ എന്നുള്ളത് സൊസൈറ്റീസിന് തീരുമാനിക്കാം എന്നുള്ളതാണ് വൺ ഓർ മോർ നാഷണൽ അപ്പെക്സ് ബോഡീസിലൂടെ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ 11th ചാപ്റ്റർ ആയിട്ടുള്ള കോർപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.